രാവിലെ തന്നെ കുറേ അമ്മമാർ ഒരുപാട് പണിയിലായിരുന്നു കേട്ടോ. രാവിലെ അറൗണ്ട് 9 o'clock ഒക്കെ ആയപ്പോൾ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് അവരെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണാറുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ. ഈ അമ്മമാരൊക്കെ ഹരിതകർമ്മസേനയുടെ ഭാഗമായിട്ട് വർക്കിന് ഇറങ്ങിയതാണ്. അടിപൊളിയാണ്. സംഭവം അറൗണ്ട് രാവിലെ 9 മണിക്ക് ഇറങ്ങി ഇത്രയും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവർ കളക്ട് ചെയ്യുന്നതിന് മുമ്പേ, അതായത് തലേന്ന് ഇവരിതൊക്കെ വന്നിട്ട് സംഭവം പേപ്പറും കാര്യങ്ങളും വേസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചതിന് ശേഷമാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റൊക്കെ കളക്ട് ചെയ്യുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അന്നപ്പോൾ ഇവർ ഈ വേസ്റ്റും കാര്യങ്ങളും കളക്ട് ചെയ്തിട്ട് എങ്ങോട്ടാണ് കൊണ്ടുവന്ന് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. പക്ഷേ ഒരുപാട് വേസ്റ്റ് ഓരോ വീട്ടിൽ നിന്നുള്ളത് എടുത്ത് അതിനെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഓരോന്ന് വെച്ചാൽ ചാക്കിലാക്കി അവർ കൊണ്ടുപോവുകയാണ് ചെയ്യുക. നമ്മൾ ചാക്കിലാക്കി അവർക്ക് കൊടുക്കണം, അവരത് നേരെ അങ്ങോട്ട് വണ്ടി കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകുകയാണ് അതിൻ്റെ ഒരു രീതി. അന്നപ്പോൾ ഓരോന്ന് വെച്ചാൽ ഇങ്ങനെ കയറ്റുന്നുണ്ട്. ഇനി ഓരോ വീട്ടിലെയും സാധനങ്ങൾ ഓരോ സൈഡിലാക്കി തലേന്ന് വന്ന് അന്നപ്പോൾ പിറ്റേ ദിവസം അവർ സാധനം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അറൗണ്ട് 9 മണിയാകുമ്പോൾ ഇവരെത്തി ഇങ്ങനെ ചെയ്യുന്ന സംഭവം തന്നെ കേട്ടോ. കാരണം കുറേ പണികളൊക്കെ ഉണ്ടാവില്ല വീട്ടിൽ, അത് കഴിഞ്ഞിട്ട് ഇവർ ഇത് വന്ന് ചെയ്യുന്നതാണ് റെസ്പെക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. എല്ലാ വീട്ടിലെയും പണി മക്കളെയും പറഞ്ഞയച്ച് പിന്നെ വീട്ടിൽ പിന്നെ ഇവിടെ എത്തി പിന്നെ വർക്ക് ചെയ്ത് സംഭവം തന്നെ ഇത്. രാവിലെ തന്നെ ചേച്ചിമാർ വന്നിട്ടുണ്ടേനി. അപ്പോൾ ചേച്ചിമാർ 9 മണിയാകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ വീട്ടിലെ ഭക്ഷണമൊക്കെ എപ്പോൾ ഉണ്ടാക്കി കഴിയൂ? 4 മണിക്ക്. ചേച്ചി 4 മണിക്ക് എണീക്കുമോ? രാവിലത്തെ ഭക്ഷണം മക്കളൊക്കെ പറഞ്ഞയച്ചിട്ടാണ് ഇറങ്ങുക അല്ലേ? അങ്ങനെയാണ് അവസ്ഥ. അന്നപ്പോൾ ഉഷാറാണ് ആൾക്കാർ ഇവിടെ വന്ന് ഫുള്ള് വേസ്റ്റും പെട്ടെന്ന് സ്പീഡായിട്ട് ചെയ്യുന്നുണ്ട്. വീട്ടിൽ ഉത്തരവാദിത്വം ചെയ്ത് തീർത്തിട്ടാണ് ഇവിടെ എത്തുന്നത് എന്നുള്ളതാണ് എൻ്റെ സത്യം അല്ലേ. ഇവർ രാവിലെ 9 മണി ഇറങ്ങി പിന്നെ ഓരോ സ്ഥലത്തേക്ക് പോയിട്ട് അങ്ങനെ ഓരോ സ്ഥലത്തെയും വേസ്റ്റ് എടുക്കുകയാണ് ചെയ്യുക. അന്നപ്പോൾ അതങ്ങനെയാണ് ഇങ്ങനെ ചെയ്ത് തീർക്കുമെന്നാണ് ചേച്ചിമാരോട് പറഞ്ഞത്. കുറച്ച് നേരം അവരിങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് നോക്കിയിരുന്നു. അവരെ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് അങ്ങനെ ടൈം അങ്ങോട്ട് പോയി. സംഭവം പൊളിയാണല്ലേ ഇവർ. ഡ്രൈവർ എടുക്കാൻ എന്താ സ്വന്തം നമ്മളെ ഏട്ടനാണ് ഇവിടെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഉഷാറാണ്. നിങ്ങളെന്താ പറഞ്ഞപ്പോ നേരെ വീഡിയോ കണ്ടിട്ടേ ഉഷാറല്ലേ? നന്നാവില്ലേ? പിന്നീട് ഒരു വണ്ടി വളച്ച് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാനും പോവാന്ന് വിചാരിച്ചാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പൊ നിങ്ങൾ ഇതിൽ കയറി പോവാ കയറി പോവാ. എവിടെയല്ലേ ഇനി എവിടെയല്ലേ? അപ്പോൾ ചേച്ചീൻ്റെ വീട്ടിലെ പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളും ചേച്ചി പാക്ക് ചെയ്ത് അതും കൊടുക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ. അന്നപ്പോൾ ഓരോ വീട്ടിലെയും വേസ്റ്റുകൾ ഇവരിങ്ങനെ ഓരോന്ന് വെച്ച് എടുക്കുന്ന സംഭവം തന്നെ കേട്ടോ. രാവിലെ തന്നെ എണീറ്റ് ഇങ്ങനെ വർക്കൊക്കെ എടുക്കുകയല്ലേ. രാവിലെ 9 മണിയാകുമ്പോൾ ഇറങ്ങും. അന്നപ്പം ഇതിപ്പോൾ മാസത്തിലൊരിക്കലാണ് ഇവർ വരുന്നത്. അപ്പോൾ ചേച്ചിമാർ പോവുകയാണ്. ഇവിടെ നിന്ന് സംഭവമൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഇന്നലെ വന്ന് കളക്ട് ചെയ്ത് സാധനം ഇന്ന് കയറ്റും. ഭാഗത്തെ കഴിഞ്ഞ് ഇനി വേറെ ഭാഗത്തേക്ക് പോകണം. ആയിക്കോട്ടെ ഉഷാറാട്ടെ. ഇതാ ഈ വണ്ടിയിലാണ് ഇവർ പോവുക. എല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ട് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിട്ട് അവിടുത്തെ കളക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് പരിപാടികൾ കേട്ടോ. ഉഷാറാണ് ഇവർ, എല്ലാവരും സജീവമാണ്. ആയിക്കോട്ടെ. അമ്മമാരെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർ രാവിലെ ഇറങ്ങുന്നുണ്ട് പണിക്ക് ഡ്യൂട്ടി ആയിട്ട്. അന്നപ്പോൾ ഇങ്ങനെ രാവിലെയൊക്കെ ഇറങ്ങി ഇവിടെ വന്ന് നമ്മളെ സാധനങ്ങളൊക്കെ വേസ്റ്റും കാര്യങ്ങളും കളക്ട് ചെയ്ത് ഏകദേശം ഒരു ചാക്കിന് 80 റുപ്പീസാണ് അവ ഈ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുമ്പോൾ. അതതിൻ്റെ ഒരു ചാർജസ് എന്ന് പറയുന്നത്. അന്നപ്പോൾ നിങ്ങളെ വീട്ടിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കളക്ട് ചെയ്ത് അത് വീട്ടിൽ തന്നെ വെച്ച് അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാണ്ട് വേസ്റ്റ് എടുത്ത് അങ്ങോട്ടും വലിച്ചെറിയുന്നതൊക്കെ ഒഴിവാക്കുക മാക്സിമം. അതാണ് ബെറ്റർ. അപ്പോൾ ഇത് വീട്ടിലെ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. എന്നിട്ടാണ് ചേച്ചിമാർ വന്നിട്ട് ഇത് എടുത്ത് കൊണ്ടുപോകുക. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളുണ്ടോ ഇതവിടെ ഉണ്ടോ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് പ്ലാസ്റ്റിക് ഉണ്ടോ അങ്ങനെ ഇടൽ. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യൽ. അന്നപ്പോൾ നിങ്ങളെ വീട്ടിലും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാക്സിമം അത് പുറത്ത് അലക്ഷമായി വലിച്ചെറിയാതെ ഒരു ചാക്കിലാക്കി വെക്കുക. അപ്പം ഈ ചാക്കിൻ്റെ ഈ സംഭവങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തത് വേറെ ആരല്ല, എൻ്റെ അച്ഛൻ കാര്യമായിട്ടുള്ള പണിയിലാണ്. അച്ഛാ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തത്? ഇതൊന്നുമില്ല, അത് പ്ലാസ്റ്റിക് കൊണ്ടുവരുന്ന വേസ്റ്റൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ മാത്രം അതിൽ തന്നെ എടുത്തിടും. എന്നിട്ട് അതിൽ നിന്ന് ഇവര് അറിയിക്കുക കർമ്മസേന ഇന്ന ദിവസം വരുന്ന ഡിവിഷന് മെമ്പർ പറയും. അന്നപ്പോ അതിനനുസരിച്ച് നമ്മൾ അന്ന് പാക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കും. അവരെടുക്കാൻ വരും. അപ്പൊ അവർക്ക് 50 രൂപ ഫീസ് കൊടുക്കണം. 50 5 വരുന്നത് 80 അല്ലല്ലേ? 50 രൂപയാണ്. അപ്പൊ എല്ലാരും കൊടുക്കണം. അങ്ങനെ അത് മാസത്തിലൊരിക്കല്. നിങ്ങളെ വീട്ടിൽ പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ 50 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ ഹരിതകർമ്മസേന കൊണ്ടുപോകും. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അന്നപ്പം അവരെ റെസ്പെക്ട് ചെയ്യണം. എല്ലാ ജോബിനും റെസ്പെക്ട് ചെയ്യണം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറെ